നമസ്കാരം. കോഴഞ്ചേരി പൗരാവലിയുടെ ലൈവ് സംപ്രേഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കോഴഞ്ചേരി പൗരാവലി ഇന്ന് ലൈവുമായി എത്തുന്നത് കോഴഞ്ചേരി സി കേശവൻ സ്ക്വയറിന് സമീപമുള്ള ആൽമര ചൂട്ടിൽ നിന്നാണ്. നിങ്ങൾ ഈ ആല് നോക്കിയാലും വളരെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു കൂറ്റൻ ആൽമരമാണ് ഇപ്പോൾ ഇത്. മരം കൂടുതലായി തളർത്ത് പന്തലിച്ച് നിൽക്കുന്നതിനാൽ ശക്തമായ ഒരു കാറ്റ് വരികയാണെങ്കിൽ ഒരുപക്ഷെ ഈ മരം ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴത്തെ മഴയും കാറ്റും അതിശക്തമായ രീതിയിലാണ് വരുന്നത്. സമീപ പ്രദേശങ്ങളിലൊന്നും മറ്റു മരങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ശക്തമായ ഒരു കാറ്റുണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ മരത്തെ കയറി പിടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ പിടിച്ചാൽ ഈ മരം ഒടിഞ്ഞു വീഴാനോ കടപുഴക്കി വീഴാനോ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം സംശയമില്ലാത്തതാണ്. അതിനാൽ കോഴഞ്ചേരി പൗരാവലി PWD അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ മരത്തിൻ്റെ കമ്പുകൾ അത്യാവശ്യമായി മുറിച്ചു നീക്കണമെന്നാണ് കോഴഞ്ചേരി പൗരാവലി അഭ്യർത്ഥിക്കുന്നത്. ഈ മരത്തിൻ്റെ താഴെയായിട്ട് ഒരുപാട് ആളുകൾ വന്ന് നിൽക്കുന്നതും അതുപോലെ തന്നെ ടാക്സി സ്റ്റാൻഡും എല്ലാം ഉള്ളതാണ്. ഈ മരം TK റോഡിലാണ് നിൽക്കുന്നത്. കോഴഞ്ചേരിയുടെ ഹൃദയഭാഗത്താണ് ഈ മരം നിൽക്കുന്നതിനാൽ ഒരു അപകടമുണ്ടായാൽ വൻ അപകടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ഒരു പക്ഷെങ്കിൽ വൻ മരണങ്ങൾ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ PWD അധികാരികൾക്ക് പൗരാവലി പരാതി നൽകിയിട്ടുണ്ട്. ഉടനടി നടപടി എടുക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക, അധികാരികളുടെ കയ്യിൽ എത്തുന്നത് വരെ. അത് തന്നെയുമല്ല, ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി എല്ലാവരും ജാഗ്രതയോടെ പ്രവർത്തിക്കുക. ഇതിൻ്റെ അടിയിൽ നിൽക്കുന്നവരും വാഹനങ്ങളിൽ വന്ന് കിടക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കുക. കാരണം മരം ഏത് നിമിഷവും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ തളിർത്ത് കിടക്കുന്നതിനാൽ ഇതിൻ്റെ ശിഖരങ്ങൾ തൽക്കാലം വെട്ടിയെങ്കിലും നാട്ടുകാരുടെ ആവലാതിക്ക് പരിഹാരം ഉണ്ടാക്കണമെന്ന് കോഴഞ്ചേരി പൗരാവലി അഭ്യർത്ഥിക്കുകയാണ്. കോഴഞ്ചേരി പൗരാവലിക്ക് വേണ്ടി സി കേശവൻ സ്ക്വയറുള്ള ആൽമര ചൂട്ടിൽ നിന്ന് ജോജി കാവുംപടിക്കൽ.